ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാധികേ, താൻ ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ പറ്റുന്നില്ല. മനസ്സ് മുഴുവൻ അവള. നമ്മൾ ചെയ്തത് വലിയൊരു തെറ്റല്ല. പാവം അച്ഛനും അമ്മയും അവളില്ലാതായത് പോലും അറിയാതെ കിടന്നുറങ്ങുക. എടോ രാധിക, നമുക്കത് മറച്ചു വയ്ക്കേണ്ടി വന്നത് അച്ഛൻ്റെ കണ്ടീഷൻ കൊണ്ടല്ലേ? പ്രിയങ്കയുടെ മരണ വാർത്ത അറിഞ്ഞ പിന്നെ അച്ഛനുണ്ടാവോ? നമുക്കെല്ലാവർക്കും കുറ്റബോധമുണ്ട്. പക്ഷെ നമ്മുടെ കുറ്റബോധം അച്ഛൻ സത്യം അറിയാനുള്ള കാരണമാവരുത്. എടോ, തന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ എന്തെങ്കിലും സംശയം തോന്നിയാൽ? ഇതുവരെയില്ല. പക്ഷെ എത്ര സമയം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. പോലീസുകാർക്കൊക്കെ സത്യം അറിയാലോ. അവർ പുറത്തു പറയില്ലേ? കണിമംഗലത്ത് അറിയിക്കില്ലേ? ആറ്റുശ്ശേരിയിൽ അറിയിക്കില്ലേ? രാധിക, അച്ഛൻ്റെ കണ്ടീഷൻ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവരത് ചെയ്യില്ല. അച്ഛനൊന്ന് ബെറ്റർ ആവട്ടെടോ. അച്ഛനോട് എന്തായാലും പറഞ്ഞേ പറ്റൂ. അത് ചെറിയച്ഛനെയും ഏട്ടനെയും കൂട്ടി ഒന്നിച്ചിരുന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അവളെന്നെ കൊല്ലാനുള്ള കലിയോട് നടക്കായിരുന്നു. പക്ഷെ ഇതിങ്ങനെ അവസാനിച്ചു പോകുന്നെന്ന് ഞാൻ കരുതിയില്ല. ഞാനും അവളെ വെറുത്തിട്ടുണ്ട്. ഈ ഭൂമിയിൽ മറ്റാര് വെറുക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അവളെ വെറുത്തിട്ടുണ്ട്. പക്ഷെ ഈ ദുരന്തം ഞാനും ആഗ്രഹിച്ചല്ല. ചിലപ്പോ മുമ്പ് പോയതുപോലെ ഏതെങ്കിലും സിനിമയുടെ കാര്യത്തിന് ആരുടെയെങ്കിലും കൂടെ പോയതായിരിക്കാം എന്നാ കരുതിയത്. കൊണ്ടുപോയവര് ചതിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ചിന്തയല്ലാതെ വേറൊന്നും മനസ്സിൽ തോന്നുന്നില്ല. അല്ല എടോ, താൻ എന്തെങ്കിലും കഴിച്ചോ? വേണ്ട, എനിക്കറിഞ്ഞില്ല. എപ്പോഴെങ്കിലും മനസ്സ് കൈവിട്ട് പോകുമെന്ന് തോന്നിപ്പോയാൽ താൻ എന്നെ വിളിച്ചാൽ മതി. പറഞ്ഞത് കേട്ടോ? അതെ, താനൊന്ന് കുറച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പൊ ഇത്രയെങ്കിലും സ്വസ്ഥത കിട്ടും. ഫോൺ വെച്ചോ? അച്ഛന് നല്ലതിന് വേണ്ടി ചെയ്തു പോയതാ. എന്നെ ക്ഷമിക്കല്ലേ.